വിമലയംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. വിമലയംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. വിമലയംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. അഴലാമാഴിയിൽ ആഴാതെന്നെ അലിവെഴുമമ്മേ കാത്തരുൾക. അഴലാമാഴിയിൽ ആഴാതെന്നെ അലിവെഴുമമ്മേ കാത്തരുൾക. പാപക്കരിനിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ. പാപക്കരിനിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ. വിമലേ അംബികേ പരിശുദ്ധ മറിയമേ, പാപത്തിൻ്റെ കരിനിഴൽ വീശുന്ന നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തിലേക്ക് കൃപയുടെ നിറവായി അമ്മ ഓടിയടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഹൃദയസ്പന്ദനമാകട്ടെ ഈ കാർമൽ ഗീതങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം. പ്രിയമുള്ള സഹോദരങ്ങളെ, കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുക്കി നല്ല ദൈവം തൻ്റെ ദിവ്യസ്നേഹത്തിൻ്റെ നിലാവായ പരിശുദ്ധ മറിയത്തെ രക്ഷകനായ ക്രിസ്തു യേശു നമുക്ക് സമ്മാനമായി നൽകി. ആ അമ്മയുടെ സ്നേഹപ്രകീർത്തനങ്ങളുമായി അപേക്ഷിച്ചാൽ ഒരിക്കൽ പോലും ഉപേക്ഷിക്കാത്ത നന്മ നിറഞ്ഞ സാന്നിധ്യമായി ആ അമ്മയെ നമുക്ക് ചേർന്ന് പുൽകാം. അമ്മയുടെ നിർമ്മലമായ സ്നേഹത്തിൽ ശരണപ്പെട്ട് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ധന്യത ഹൃദയത്തിൽ പകർത്തി അമ്മയോട് ചേരാം. കാർമൽ ഗീതങ്ങളിൽ അമ്മയുടെ സ്നേഹപ്രകീർത്തനം പാടി ഈശോയെ സന്തോഷിപ്പിക്കാം. നമുക്ക് പാടാം. അപേക്ഷിച്ചാൽ ഒരു നാളും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ അമ്മേ, കൂടെയായിരിക്കണമേ. അപേക്ഷിച്ചാലൊരു നാളും ഉപേക്ഷിക്കാത്തമ്മ നീ, പരിശുദ്ധ മറിയമേ, നിനക്കു സ്വസ്തി.
അപേക്ഷിച്ചാലൊരു നാളും ഉപേക്ഷിക്കാതമ്മ നീ പരിശുദ്ധ മറിയമേ നിനക്കു സ്വസ്തി. ഹൃദയത്തിൽ വിരിയുന്ന സ്നേഹത്തിൻ പൂവുകൾ വിമലമാം ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കാം. ഹൃദയത്തിൽ വിരിയുന്ന സ്നേഹത്തിൻ പൂവുകൾ വിമലമാം ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കാം. അപേക്ഷിച്ചാലൊരു നാളും ഉപേക്ഷിക്കാതമ്മ നീ പരിശുദ്ധ മറിയമേ നിനക്കു സ്വസ്തി. ഒരു നാളും പാപത്തിൽ വീഴാതെ എന്നെ നീ അവിടുത്തെ അരുമയായി കാത്തിടേണമേ. ഒരു നാളും പാപത്തിൽ വീഴാതെ എന്നെ നീ അവിടുത്തെ അരുമയായി കാത്തിടേണമേ. കരുണാർദ്ര സ്നേഹമേ കാരുണ്യമാതാവേ അങ്ങു മാത്രം എന്നുമെന്നും എൻ്റെ ആശ്രയം. അപേക്ഷിച്ചാലൊരു നാളും ഉപേക്ഷിക്കാതമ്മ നീ പരിശുദ്ധ മറിയമേ നിനക്കു സ്വസ്തി. നിൻ പുത്രനേശുവിൻ്റെ സാക്ഷിയായി ഞാൻ നീങ്ങുവാൻ എന്നുമെൻ്റെ പാതകൾ നീ തെളിക്കണമേ. നിൻ പുത്രനേശുവിൻ്റെ സാക്ഷിയായി ഞാൻ നീങ്ങുവാൻ എന്നുമെൻ്റെ പാതകൾ നീ തെളിക്കണമേ. ഉഷകാല താരമേ എന്നുമെന്നുടെ ജീവനിൽ നിന്റെ പാവന വെൺവെളിച്ചം വീശിടേണമേ.
അപേക്ഷിച്ചാലൊരു നാളും ഉപേക്ഷിക്കാത്തമ്മ നീ പരിശുദ്ധ മറിയമേ നിനക്കു സ്വസ്തി. ഹൃദയത്തിൽ വിരിയുന്ന സ്നേഹത്തിൻ പൂവുകൾ വിമലമാ ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കാം. അപേക്ഷിച്ചാലൊരു നാളും ഉപേക്ഷിക്കാത്തമ്മ നീ പരിശുദ്ധ മറിയമേ നിനക്കു സ്വസ്തി. ജിൻഡോ, ഹൃദയത്തിൽ നിറവായ സ്നേഹത്തിൻ്റെ പൂമാലകൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു സ്നേഹാർപ്പണ ഗീതം തന്നെയാണ് ജിൻഡോ ഇവിടെ സമർപ്പിച്ചത്. ഞങ്ങളെല്ലാവരും, പ്രേക്ഷകരെല്ലാം ഇത് കാണുന്നു, കേൾക്കുന്നു. തീർച്ചയായും ഒരു വലിയ നനുത്ത അനുഭവം പോലെ ജിൻഡോ അത് പാടി. പരിശുദ്ധ അമ്മയോടുള്ള ഒരു നിർമ്മല സ്നേഹം ഹൃദയത്തിൽ ഉറവായി. അമ്മയോടുള്ള ആ സ്നേഹവാത്സല്യത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്നേഹത്തോടുള്ള അമ്മയുടെ വാത്സല്യത്തിൻ്റെ നിറവിൽ ലയിച്ച് പാടുവാൻ എന്താണ് അമ്മയോടുള്ള പ്രത്യേക സ്നേഹം ആ ആലാപനത്തിൽ വ്യക്തമാണ്. എന്താണ് ഒരു ഗായകൻ എന്ന നിലയിൽ ജിൻഡോയുടെ അനുഭവം? എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ ഏതൊരു ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ ഏതൊരു മാതൃഭക്തനും ഒരിക്കൽ അമ്മയുടെ സ്നേഹം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരിക്കലും മറക്കില്ല. ഒരുപാട് ക്രിട്ടിക്കലായിട്ടുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്ത സമയങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമയങ്ങളിൽ ഒരു ഉത്തരം തരുന്ന മാതാവിനെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കണ്ടുമുട്ടാറുണ്ട്. തീർച്ചയായും ഈ നമ്മൾ ക്രിസ്ത്യാനിയുടെ സഹായമായ മറിയമേ എന്ന് പറയുമെങ്കിലും നമുക്കറിയാം, ഇന്ന് പരിശുദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ കാണാം, എല്ലാ മക്കളും, നാനാജാതി മതസ്ഥരായ മക്കള് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് ആ വലിയ നിർമ്മല സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിത അർച്ചനകൾ സമർപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ തലങ്ങളിലൊക്കെ ഈ അമ്മയുടെ സ്നേഹം കൊടുക്കുവാൻ ഈ ഗാന ആലാപനം എങ്ങനെ, അല്ലെങ്കിൽ ഈ സംഗീത ജീവിതം എത്രമാത്രം ഉപകരിച്ചിട്ടുണ്ട് ജിൻഡോയ്ക്ക്? എനിക്ക് തോന്നുന്നത് ഒന്ന് പാടുന്നത് ഒരുപാട് തവണ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണെന്ന് പണ്ട് മുതലേ നമ്മളിങ്ങനെ കേട്ടുവരുന്നതാണ്. പ്രത്യേകിച്ച് അമ്മയുടെ ഗാനങ്ങൾ പാടുമ്പോൾ അതിനൊരു അനുഭവം പ്രത്യേകമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ബേസിക്കലി ഒരു സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം ജിൻഡോയുടെ അനേക ഗാനങ്ങൾ, പ്രത്യേകിച്ച് ഗീതം ഡിജിറ്റലിൽ ചെയ്തിട്ടുള്ള അനേക ഗാനങ്ങൾ, ഇപ്പം അനേക വിശ്വാസികൾ ഏറ്റുപാടുന്ന അനേക ഗാനങ്ങൾ ചെയ്യുവാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു സൗണ്ട് എഞ്ചിനീയറായി നിന്നുകൊണ്ട് മനോഹരമായി പാടാൻ കഴിയുന്നത് അതൊരു വലിയ ദാനം തന്നെ, ദൈവത്തിൻ്റെ ദാനം. തീർച്ചയായും ദൈവത്തിൻ്റെ ദാനമാണ് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും. എൻ്റെ കൂടെയുള്ളവർ തന്നെ, കൂടെ വർക്ക് ചെയ്യുന്നവരും, അതുപോലെ എൻ്റെ ഒപ്പം സൗണ്ട് എഞ്ചിനീയേഴ്സായിട്ട് ഒരുപാട് പേർക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സൗണ്ട് റെക്കോർഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എടുക്കാനും ആ സോഫ്റ്റ്വെയർ അറിഞ്ഞാൽ ഒരുപാട് പേർക്ക് സാധിക്കും. എപ്പോഴെങ്കിലും ഇതിനൊരു സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒരുപാട് കാര്യങ്ങൾ, ഇത് എത്ര ചിന്തിച്ചിട്ടും ആരൊക്കെ എത്ര അറിവുള്ളവരെ വിളിച്ച് ചോദിച്ചാലും ചില കാര്യങ്ങൾക്ക് ചില സമയത്ത് ഉത്തരം കിട്ടാറില്ല. പരിശുദ്ധ അമ്മ മാതാവേ, ഞാൻ എന്ത് ചെയ്യും? ഇത് ഈ സമയത്ത് ഇത് കടന്നേ പറ്റൂ, നാളെ വർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ എനിക്ക് തന്നെ ഉദാഹരണങ്ങൾ പറയാനുള്ളത്, ഈ ബേബിച്ചേട്ടനുമായിട്ട് നമ്മൾ പണ്ടൊരു 7-8 വർഷം മുൻപ് ഒരു മാതൃസ്തുതി ഗീതങ്ങൾ തന്നെ ഒരു കുറച്ച് പാട്ടുകൾ വാഴക്കുളത്തുള്ള ബെന്നി എന്ന് പറയുന്ന സഹോദരൻ്റെ ഒരു കുറച്ച് ഗാനങ്ങൾ ചെയ്യുകയുണ്ടായി, ഓർമ്മയുണ്ടാവും. അത് വളരെ പെട്ടെന്ന് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചൊരു കൊന്ത ചൊല്ലി ഇരുന്നു.
എത്രയും പെട്ടെന്ന് തന്നെ 2-3 ദിവസം കൊണ്ട് 10-12 പാട്ടുകൾ നമ്മൾ തീർത്ത് അത് ജനകോടികളുടെ മുൻപിലേക്ക് എത്തി സംഭവം. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏതു തുറകളിലുള്ളവർക്കും അമ്മ ഒരു ആശ്രയമാണ്, അഭയമാണ്. സൽബുദ്ധിയുടെ മാതാവ്, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം, വിവേകൈശ്വര്യമുള്ള കന്യക, സകല വണക്കത്തിനും യോഗ്യയായ കന്യക എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഓർക്കുക, സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ സാങ്കേതികത, അതിൻ്റെ ഉള്ളറകളിൽ പ്രതികൂലമായ അവസ്ഥയിൽ എൻ്റെ അമ്മയെ, എൻ്റെ ആശ്രയമേ, ഞാൻ എന്തു ചെയ്യുമെന്ന് പകച്ചു നിന്നുപോയ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട ഒരുപാട് അനുഭവങ്ങൾ ജിൻഡോ പങ്കുവെക്കുകയായിരുന്നു. നമുക്കറിയാം, ഏത് തുറകളിലുള്ളവർക്കും ഈ അമ്മയെ ഹൃദയപൂർവ്വം വിളിക്കാം. പരിശുദ്ധ ത്രിത്വീയ ദൈവം കൃപകൾ നിറച്ച് അനുഗ്രഹിച്ച് നമ്മൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സ്നേഹ സമ്മാനമാണല്ലോ പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ സ്നേഹപ്രകീർത്തനങ്ങൾ എത്രമാത്രം പാടിയാലും അത് അധികമാകില്ല. ആ വർണ്ണനകൾ എത്രമാത്രം സ്തുതി പ്രകീർത്തനങ്ങളാക്കിയാലും അത് അധികമാകില്ല. നമുക്ക് വീണ്ടും പാടാം അമ്മയുടെ സ്നേഹപ്രകീർത്തനം. എപ്പോഴും കൂടെയുള്ള, അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മേ, അമ്മയുടെ സവിധേ ഞങ്ങൾ അണയുന്നു. അമ്മയ്ക്ക് വേണ്ടി വീണ്ടും പ്രകീർത്തനങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് പാടാം. പാദത്തിങ്കൽ വന്നു നിൽക്കുന്നു ഞങ്ങൾ. അമ്മേ മാമരീ, നിൻ പാദത്തിങ്കൽ വന്നു നിൽക്കുന്നു ഞങ്ങൾ. ഉള്ളം നുറുങ്ങി കരഞ്ഞിടുമേ നിന്റെ മക്കളെ കാത്തിടണേ. ഉള്ളം നുറുങ്ങി കരഞ്ഞിടുമേ നിന്റെ മക്കളെ കാത്തിടണേ. നിത്യസഹായനാഥേ അമ്മേ, നിന്റെ മക്കളെ കാത്തിടണേ. പുത്രനാമേശുവിൻ സന്നിധിയിൽ ഞങ്ങളെ ചേർക്കണമേ. നിത്യസഹായനാഥേ അമ്മേ, നിന്റെ മക്കളെ കാത്തിടണേ. പുത്രനാമേശുവിൻ സന്നിധിയിൽ ഞങ്ങളെ ചേർക്കണമേ.
സഹായം വറ്റാത്ത കണ്ണീരുമായ്ക്കുവാൻ അമ്മേ നീ വന്നിടണേ. വറ്റാത്ത കണ്ണീരുമായ്ക്കുവാൻ അമ്മേ നീ വന്നിടണേ. നിത്യസഹായനാഥേ അമ്മേ നിന്റെ മക്കളെ കാത്തിടണേ. പുത്രനാമേശുവിൻ സന്നിധിയിൽ ഞങ്ങളെ ചേർക്കണമേ. പക്ഷി തൻ കുഞ്ഞിനെ പോൽ എന്നെയും കാക്കണേ മേരി മാതേ. പക്ഷി തൻ കുഞ്ഞിനെ പോൽ എന്നെയും നീ കാക്കണേ മേരി മാതേ. മാതാവേ നിൻ കൃത്തിൽ എന്നെയും നീ എന്നെന്നും ചേർത്തിടണേ. മാതാവേ നിൻ കൃത്തിൽ എന്നെയും നീ എന്നെന്നും ചേർത്തിടണേ. അമ്മേ മാമരിയേ നിൻ പാദത്തിങ്കൽ വന്നു നിൽക്കുന്നു ഞങ്ങൾ. ഉള്ളം നുറുങ്ങി കരഞ്ഞിടുമേ നിന്റെ മക്കളെ കാത്തിടണേ. ഉള്ളം നുറുങ്ങി കരഞ്ഞിടുമേ നിന്റെ മക്കളെ കാത്തിടണേ. നിത്യസഹായനാഥേ അമ്മേ നിന്റെ മക്കളെ കാത്തിടണേ. പുത്രനാമേശുവിൻ സന്നിധിയിൽ ഞങ്ങളെ ചേർക്കണമേ. ഞങ്ങളെ ചേർക്കണമേ. ഞങ്ങളെ ചേർക്കണമേ. പക്ഷി തൻ്റെ ചിറകിൻ കീഴിലെന്ന പോലെ അമ്മേ ഞങ്ങളെ കാക്കണേ എന്നുള്ള ആ ഹൃദയയാചന, അപേക്ഷ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവം സാത്താനോട് പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. പ്രിയമുള്ള സ്നേഹ സഹോദരങ്ങളെ, മറിയത്തോട് ശത്രുവായ പിശാചിന് എന്നും വിരോധമാണ്. മറിയമാകട്ടെ തൻ്റെ മക്കളെ പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സംരക്ഷിക്കുന്നു. ആ മറിയത്തിൽ നിന്നും മക്കളെ തട്ടിയെടുക്കുക, അത് പൈശാചികതയുടെ ഒരു വലിയ തന്ത്രമാണ്. മറിയത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ അകറ്റിക്കളഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ വീഴിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് വിശുദ്ധ ബെർണാഡ് എഴുതി വെച്ചു, എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച ഒരു കുഞ്ഞിനെ പോലും നീ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. അതെ,
അപേക്ഷിച്ചാൽ ഒരിക്കലും ഈ നല്ല അമ്മ ഉപേക്ഷിക്കുകയില്ല. ജീവിത വഴിത്താരകളിൽ തളരാതെ പതറാതെ യേശുവിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഏറ്റവും ഉത്സുകയായി തൻ്റെ ജീവിതം സമർപ്പിച്ച ഈ പരിശുദ്ധ മറിയത്തെ പോലെ നമ്മുടെ ജീവിതത്തെയും നേർവഴി കാണിക്കുവാൻ, യേശുവെന്ന സത്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ മറ്റൊരു സ്നേഹമാർഗമില്ല തന്നെ. അതുകൊണ്ട് വിശുദ്ധ അൽഫോൻസ് ലിഗോരി, വിശുദ്ധ ബെർണാഡ്, വിശുദ്ധ തോമസ് അക്യുനാസ്, വിശുദ്ധ അഗസ്റ്റിൻ, ഇവരൊക്കെ ഒരേ സ്വരത്തോടെ ഉണർവോടെ നമ്മളോട് പറഞ്ഞു തന്നു, മറിയം മാതാവല്ലാത്തവന് ദൈവം പിതാവുമല്ല. പരിശുദ്ധ മറിയം മാതാവല്ലാത്ത വ്യക്തിക്ക് പരിശുദ്ധനായ ദൈവം പിതാവുമല്ല. ആകയാൽ ഈ അമ്മയെ സ്നേഹിച്ച് അമ്മയ്ക്ക് സ്നേഹവണക്കം നൽകി ദൈവീക ജ്ഞാനത്തിൻ്റെ ഉൾപ്പൊരുളാൾ ഈ അമ്മയുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് അമ്മയുടെ കരം പിടിച്ച് അമ്മയോട് ചേർന്ന് അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം തേടി നമുക്ക് യേശുവെന്ന സത്യത്തെ ചേർന്ന് പുല്ലുക. പരിശുദ്ധ മാതാവേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈശോയെ ആരാധിക്കുന്നു. അമ്മേ, അമ്മ ഞങ്ങളുടെ കരം പിടിക്കണമേ. അമ്മ ഞങ്ങളെ നേർവഴി കാണിക്കണമേ. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിച്ച് കർത്താവിൽ ഒന്നായി ചേരുവാൻ, ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപരായി ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നല്ല മാതാവേ, പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ ഞങ്ങളെ കാക്കുന്ന നാഥേ, അമ്മയെ ഞങ്ങൾ സ്നേഹിക്കട്ടെ, അമ്മയെ ഞങ്ങൾ വണങ്ങട്ടെ. അമ്മയുടെ സ്നേഹപ്രകീർത്തനങ്ങൾ പാടി ഈശോയ്ക്ക് ഞങ്ങൾ മഹത്വം നൽകട്ടെ. ആമേൻ.